സീരീസ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ലണ്ടനിലെ രാത്രി കാഴ്ചയാണ്. ഒരാൾ ഓളിയിടുന്നതും മണിമുഴക്കുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ മുകളിൽ നിന്ന് പറന്ന് താഴേക്കിറങ്ങുന്നത്. ഇവർ ഡിറ്റക്റ്റീവ്സ് ആണ്. ഈ സീരീസിലെ മെയിൻ 2 കഥാപാത്രങ്ങൾ, അതായത് ഹീറോസ്. മറ്റു മനുഷ്യന്മാർക്കൊന്നും ഇവരെ കാണാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ 2 ചെറുപ്പക്കാരാണിവർ. ആഫ്റ്റർ ലൈഫിലേക്ക് പോകാതെ ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് ഡിറ്റക്റ്റീവ്സായി മറ്റുള്ളവരെ സഹായിക്കുന്നു. ചാൾസ്, എഡ്വിൻ എന്നാണ് ഇവരുടെ പേരുകൾ. ഒരു കേസ് സോൾവ് ചെയ്യുന്നതിനിടയിലെ സാഹസികതയാണ് സീരീസിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് പോയാലോ? മ്യൂസിയം ഹോണ്ട് ചെയ്യുന്ന ഗോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇവർ ഫോളോ ചെയ്യുന്നത്? ചാൾസ് എഡ്വിനോട് പറയുന്നു. നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യുകയല്ലേ? അവന്റെ സൗണ്ടിൽ നിന്നറിയാം അവൻ നമ്മുടെ പിന്നാലെയുണ്ട്. അപ്പോഴേക്കും നീ അത് കണ്ടുപിടിച്ചോ? എഡ്വിൻ തമാശയോടെ പറയുന്നു. അയാൾ വെച്ചിരിക്കുന്ന മാസ്ക് ശപിക്കപ്പെട്ടതാണ്. അത് നശിപ്പിച്ചാൽ മാത്രമേ അവൻ ആഫ്റ്റർ ലൈഫിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ അവൻ മന്ത്രം ചൊല്ലാനുള്ള ബുക്ക് നോക്കുമ്പോൾ അത് മാത്രം അവരുടെ കയ്യിലില്ല. ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ പറന്ന മാസ്ക് മനുഷ്യൻ എത്തിയത്. ആ മന്ത്രം ചൊല്ലിയാൽ മാത്രമേ ശാപം നിറഞ്ഞ മാസ്ക് നശിപ്പിക്കാനാവൂ എന്ന് പറഞ്ഞ് ഇവർ ഓഫീസിലേക്ക് ഓടി. തൊട്ടു പിന്നാലെ മാസ്ക് മനുഷ്യനും. കണ്ണാടി വഴിയാണ് ഇവർ ഇവരുടെ ഓഫീസിലേക്ക് സഞ്ചരിക്കുന്നത്. ഒരു കണ്ണാടി കണ്ടപ്പോൾ എഡ്വിൻ അതിലേക്ക് എടുത്തു ചാടി, പിന്നാലെ ചാൾസും. എന്നാൽ അത് അവരുടെ ഓഫീസ് ആയിരുന്നില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആ മാസ്ക് മനുഷ്യനും പിന്നാലെ വന്നത്. അങ്ങനെ അവർ വീണ്ടും ഓടി. അങ്ങനെ ഓടുമ്പോൾ അവർ മറ്റൊരു മിറർ കാണുന്നു. എനിക്കിപ്പോൾ നമ്മുടെ ഓഫീസ് കാണാം എന്ന് എഡ്വിൻ പറഞ്ഞതും ആ മാസ്ക് മനുഷ്യനെത്തി. അപ്പോഴേക്കും എഡ്വിനും ചാൾസും മിററിലേക്ക് ചാടി. എഡ്വിൻ ഓഫീസിലെ ബുക്കൊക്കെ തപ്പി. അങ്ങനെ അവസാനം ആ മന്ത്രപുസ്തകം കിട്ടി. എന്നാൽ പിന്നാലെ വന്ന മാസ്ക് മനുഷ്യൻ ചാൾസിനെ കഴുത്തിന് പിടിച്ചു നിലത്തിട്ടു. അങ്ങനെ ബലം പിടുത്തത്തിനൊടുവിൽ ചാൾസ് ആ മാസ്ക് ഊരി മാറ്റി എഡ്വിൻ ഇട്ടുകൊടുത്തു. അപ്പോൾ കാണുന്ന അയാളുടെ മുഖം ഭീകരമായിരുന്നു. അയാൾ ഓളിയിട്ടതും രക്തമെല്ലാം ചാൾസിന്റെ മുഖത്തേക്കായി. എഡ്വിൻ, വേഗം എന്തൊക്കെയൊക്കെ ചെയ്യ്, ചാൾസ് നിലവിളിച്ചു. എഡ്വിൻ മന്ത്രം ചൊല്ലി മാസ്ക് കത്തിച്ചതും ആ മനുഷ്യൻ ശാന്തനായി. നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ യുദ്ധം ജയിച്ചു. കുട്ടികളൊക്കെ നിങ്ങളെക്കുറിച്ച് ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട്. ചാൾസ് അയാളെ ആശ്വസിപ്പിച്ചു. മരണം ഇയാളെ തേടി വരുന്നതിന് മുൻപ് നമുക്ക് ഒളിക്കണം. അങ്ങനെ പറഞ്ഞ് ചാൾസും എഡ്വിനും ഓഫീസിന് പുറത്ത് ഒളിച്ചിരുന്നു. അപ്പോഴാണ് മരണം അങ്ങോട്ട് വന്നത്. മരണത്തിന്റെ പ്രതീകമായി അങ്ങോട്ടേക്ക് വന്നത് ഒരു സ്ത്രീയായിരുന്നു. നിങ്ങൾ ആരാണ്? അയാൾ ചോദിച്ചു. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ 100 വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിൽ ജയിച്ച യോദ്ധാവാണ്. നിങ്ങളുടെ പേര് വിൽഫ്രഡ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ കിപ്ലിങ്ങിന്റെ പോയം റീഇൻകാർണേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതാണോ ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? വിൽഫ്രഡ് ആ സ്ത്രീയായ മരണത്തിനോട് ചോദിച്ചു. അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവൾ അവന് നേരെ കൈനീട്ടി. ഒരു പുഞ്ചിരിയോടെ വിൽഫ്രഡ് അവളുടെ കൈയും പിടിച്ച് അപ്രത്യക്ഷനായി. ഇതേ സമയം പുറത്ത് ചാൾസ് പറയുന്നുണ്ട്. അവൾ നമ്മളെ കണ്ടാൽ ആഫ്റ്റർ ലൈഫിലേക്ക് പോകാൻ നിർബന്ധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പിരിയും. അത് ഞാനുള്ളപ്പോൾ നടക്കില്ല എന്ന് എഡ്വിൻ മറുപടി പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ദേ ആർ ബെസ്റ്റ് ബഡീസ് എന്ന്. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ഇവർ കളിയും ചിരിയുമായിട്ട് ഇരിക്കുമ്പോഴാണ് പുതിയൊരു ക്ലയന്റ് വരുന്നത്. ആ ക്ലയന്റ് ആകട്ടെ ഇവരെക്കാൾ ഏറെ മുൻപ് മരിച്ചുപോയ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റൽ, അവളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അവളൊരു സൈക്കിക് ആണ്. അവൾക്ക് നമ്മളെ പോലെയുള്ള ഗോസ്റ്റുകളെ കാണാം. എന്നാൽ കുറച്ചു നാളായി അവൾക്ക് എന്തോ മാറ്റം വന്ന പോലെ. അവൾ ശരിക്കും ക്രേസിയായ പെൺകുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ അതിനും അപ്പുറമായി അവൾ. ഇത് അവളിൽ ഡമൺ കയറിയതാണ്. ഇത് നമുക്ക് ശരിയാക്കാം, എഡ്വിൻ പറയുന്നു. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. എമ്മ, നിന്നെ കണ്ടാൽ അറിയാം 1800-ൽ മരിച്ച പെൺകുട്ടിയാണ് നീ. നിന്റെ പെറ്റാകട്ടെ മാജിക്കൽ നീരാളിയും. അതുകൊണ്ട് നിനക്ക് പേ ചെയ്യാൻ പറ്റും. അങ്ങനെ അവൾ പേയ്മെന്റിന് സമ്മതിക്കുന്നു. ഡിറ്റക്റ്റീവ്സ് 2 പേരും കേസിലെ പെൺകുട്ടിയെ വാച്ച് ചെയ്യുന്നു. അങ്ങനെ അവളിലെ പിശാചിനെ ഒഴിവാക്കാനുള്ള പരിപാടികളെല്ലാം അവർ ആസൂത്രണം ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ക്രിസ്റ്റൽ എന്ന പിശാചി ബാധിച്ച പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ട്രെയിനിനുള്ളിൽ വേറെ മനുഷ്യരുടെ രൂപത്തിൽ എഡ്വിനും ചാൾസും ഉണ്ടായിരുന്നു. ചാൾസ് ഓടി പിന്നിൽ നിന്നും അവളുടെ കഴുത്തിന് പിടിച്ചു. വേഗം വർക്ക് തുടങ്ങുക എഡ്വിൻ, വേഗം അവസാനിപ്പിക്കേ. എന്നാൽ അവൾ എഡ്വിനെ പോയി ഒറ്റയിടി. പിന്നീട് ചാൾസിനിട്ട് ഫുൾ ഇടിയായിരുന്നു. എന്നാൽ അതിനിടയിൽ അവൾ പോയി ആ കളത്തിൽ വീണു. അതിൽ നിന്നും അവൾക്ക് നീങ്ങാൻ പറ്റുന്നില്ല. എഡ്വിനും ചാൾസും തങ്ങളുടെ ശരിക്കുള്ള രൂപത്തിൽ വന്നു. എന്നാൽ ആ പിശാചിന്റെ ശക്തി കാരണം ആ ട്രെയിൻ കീഴ്മേൽ മറിയാൻ തുടങ്ങി. പെട്ടെന്ന് ചാൾസ് ഒരു തുണി അവളുടെ ദേഹത്തേക്ക് ഇട്ടതും എല്ലാം പഴയതുപോലെയായി. ആ പിശാച് അവളിൽ നിന്നും ഓടിപ്പോയി. എന്നാൽ അവൾക്കാകട്ടെ അവളുടെ പേരൊഴികെ ബാക്കിയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇവൾക്കെല്ലാം ഓർമ്മ വരുന്നത് വരെ ഇവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എന്നാൽ എഡ്വിൻ അത് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അത് പറഞ്ഞ് ഓഫീസിൽ ഇവർ 2 പേരും വഴക്കായപ്പോഴേക്കും അവൾ ഉണർന്നു. എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം ഗൈസ് എന്ന് പറഞ്ഞ് അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റു.
എന്നിട്ട് എന്നിൽ നിന്ന് ഡേവിഡ് എന്ന പിശാചിനെ ഒഴിവാക്കിയതിന് അവൾ അവരോട് താങ്ക്സ് പറയുന്നു. എന്നാൽ നീ ഇപ്പോൾ പോവുകയല്ലേ? എഡ്വിൻ ചോദിച്ചു. അവൾക്കൊരു മിനിറ്റെങ്കിലും കൊടുക്ക്, അപ്പോഴേക്ക് നീ അവളെ പുറത്താക്കാതെ. വാ ക്രിസ്റ്റൽ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചാൾസ് അവളെ കൂട്ടി പുറത്തു പോകുന്നു. എന്നാൽ എഡ്വിൻ ഇത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എഡ്വിൻ കുറച്ചുനാളായി എങ്ങനെയാണ്, അവൻ കുറച്ചുനാൾ നരകത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്. അവൻ എങ്ങനെയാണ് ഇപ്പോൾ ആളുകളോട് പെരുമാറുന്നതെന്ന് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഹീ ഈസ് മൈ ബെസ്റ്റ് മേറ്റ്. അങ്ങനെ സവാരിയും കഴിഞ്ഞ് അവർ ഓഫീസിലെത്തുന്നു. ഇനി ക്രിസ്റ്റൽ നമുക്കൊപ്പം ഇവിടെ നിൽക്കട്ടെ, ചാൾസ് എഡ്വിനോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും എന്റെ ഐഡിയ അല്ലാട്ടോ, ക്രിസ്റ്റൽ പറഞ്ഞു. എന്നാൽ എഡ്വിൻ ഇതിനെ സമ്മതിച്ചില്ല. ക്രിസ്റ്റൽ ഇവർക്ക് കിട്ടിയ കേസുകൾ പരിശോധിക്കുന്നതിനിടയിൽ അവൾക്കൊരു കേസിൽ നിന്ന് സൈക്കിക് വിഷൻ കിട്ടി. ബെക്കി ആസ്പൻ എന്ന പേരുള്ള ഒരു അമേരിക്കൻ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസായിരുന്നു അത്. ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് അവൾ പേടിച്ചിരിക്കുകയാണ്. അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലവും ഈവിളുമാണ്. അവൾക്ക് ചുറ്റും ബ്ലാക്ക് മാജിക്കും മരണവുമുണ്ട്. നമുക്ക് ഈ പെൺകുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. ആദ്യം എഡ്വിൻ ഈ കേസ് ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിലും ചാൾസും ക്രിസ്റ്റലും അവനെ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ 3 ഫ്ലൈറ്റും കഴിഞ്ഞ് അവർ 3 പേരും അമേരിക്കയിലെത്തുന്നു. നമുക്കൊരു മിറർ മാത്രം മതി ഇവിടെ നിന്ന് പോകാൻ എന്ന് എഡ്വിൻ പറയുമ്പോൾ, ഓ നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷയൊന്നും വേണ്ട, കാരണം നിങ്ങളൊരു മനുഷ്യനോടൊപ്പമാണുള്ളത്. അങ്ങനെ അവൾ ഇന്റർനെറ്റിൽ കണ്ടുപിടിച്ച റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവിടുത്തെ ഓണറിനോട് കയ്യിലുള്ള ക്യാഷ് വെച്ച് കൺവിൻസ് ചെയ്ത് അവർ സ്റ്റേ ചെയ്യുന്ന ഒരു റൂം സംഘടിപ്പിക്കുന്നു. അന്ന് തന്നെ 3 പേരും കൂടി ബെക്കി ആസ്പൻ എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. ചാൾസും എഡ്വിനും മനുഷ്യരുടെ രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ബെക്കിയുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ക്രിസ്റ്റൽ അപ്പുറത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൈക്കിക് വിഷൻ അവൾക്ക് ലഭിക്കുന്നു. അതിൽ പ്രധാനമായും കാണിച്ച ഒരു തെളിവ് ബെക്കിയുടെ ഷൂസ് ആയിരുന്നു. ബെക്കിയുടെ ഷൂസ് ആണ് പോലീസിന് കിട്ടിയ ആകെ ഒരു തെളിവ് എന്ന് ക്രിസ്റ്റൽ അവരോട് പറയുമ്പോൾ എഡ്വിൻ മിററിലേക്ക് പോയി അപ്പോൾ തന്നെ ബെക്കിയുടെ ഷൂസ് ക്രിസ്റ്റലിനെ കൊണ്ടു കൊടുക്കുന്നു. എന്നാൽ അതുകൊണ്ടുവരുമ്പോൾ എഡ്വിന്റെ കൈ ചെറുതായി കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് ക്രിസ്റ്റൽ ചോദിക്കുമ്പോൾ കുറച്ച് ഇരുമ്പ് കയ്യിലായതാണ് എന്ന് എഡ്വിൻ മറുപടി പറയുന്നു. ഓ, ഇരുമ്പ് നിങ്ങളെ ബേൺ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളൊരു പോലീസിനെ പൊസസ് ചെയ്താൽ വിവരങ്ങളെല്ലാം പെട്ടെന്ന് ലഭിക്കില്ലേ എന്ന് ക്രിസ്റ്റൽ ചോദിക്കുന്നു. ഞങ്ങൾ മനുഷ്യന്മാരെ പൊസസ് ചെയ്യാറില്ല എന്നും അങ്ങനെ ചെയ്താൽ ആഫ്റ്റർ ലൈഫിൽ അലാറം ബെൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും എഡ്വിൻ മറുപടി പറയുന്നു. അങ്ങനെ ബെക്കിയുടെ ഷൂസ് അവളുടെ പവർ ഉപയോഗിച്ച് ക്രിസ്റ്റൽ വായിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് നടന്ന അവൾ എത്തുന്നത് ഒരു വിച്ചിന്റെ വീടിന് മുൻപിലാണ്. ഇവിടെയാണ് ബെക്കി അവസാനമായി അവളുടെ ഷൂസ് അണിഞ്ഞത്. അങ്ങനെ എഡ്വിൻ അവിടെയുള്ള ഒരു പൂച്ചയോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് അവർ അറിയുന്നത് അതൊരു മന്ത്രവാദിനിയുടെ വീടാണെന്ന്. അങ്ങനെ അവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ വെച്ച് എങ്ങനെയൊക്കെയെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ ഇവൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ട് അവിടെ വന്ന പെൺകുട്ടികളെല്ലാം ഇവളെ നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവിടെയുള്ള ലൈറ്റ് ഡിമ്മാവാനും എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉണ്ടാവാനും തുടങ്ങിയത്. ഒരു നിമിഷം അവൾ പേടിച്ചു. വാഷ്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ എത്തിയത് ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയുള്ളതാകട്ടെ അവളിൽ മുൻപ് കയറിയ ഡേവിഡ് എന്ന പിശാചും. അപ്പോൾ നീയാണല്ലേ എന്റെ ഓർമ്മകളെല്ലാം തട്ടിയെടുത്തത്, എനിക്കിതെല്ലാം തിരിച്ചു വേണം. ഞാൻ ആരാണ് എന്ന് ക്രിസ്റ്റൽ ഡേവിഡിനോട് ചോദിക്കുന്നു. നീ സ്പെഷ്യലാണ് ക്രിസ്റ്റൽ, നിന്റെ പവേഴ്സാണ് നിന്നെ സ്പെഷ്യൽ ആക്കുന്നത്. വേറൊരാളുടെ ഉള്ളിൽ പോയി ഇങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഡേവിഡ് എന്ന പിശാച് പറയുന്നു. എന്റെ സമ്മതമില്ലാതെ നിനക്കെന്റെ ബോഡിയിൽ കയറാൻ സാധിക്കില്ല എന്ന് ക്രിസ്റ്റൽ പറഞ്ഞു. ഡേവിഡ് ക്രിസ്റ്റലിനെ ഒറ്റത്തള്ളൽ. വീഴാൻ പോകുന്നേരം ചാൾസ് അവളെ പിടിച്ചതും അവൾ യഥാർത്ഥ ലോകത്തെത്തി. നീ ഇവിടെ പ്രാന്തിയെ പോലെ ഒരു ഗോസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു. അവിടെയുള്ളവരെല്ലാം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പേടിച്ച് ആ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നാലെ ഫോളോ ചെയ്ത് എഡ്വിനും ചാൾസും അവളുടെ പിന്നാലെ എത്തി. ഡേവിഡ് എന്ന പിശാച് ഇവിടെ ഇപ്പോഴും ഉണ്ടെന്നറിഞ്ഞ് ചാൾസ് അവളോട് ദേഷ്യപ്പെട്ടു. നിന്റെ ഈ കേസ് ക്ലോസ് ചെയ്തതല്ലേ, ഇതൊന്നും ഇനി ഇവിടെ പറയണ്ട എന്ന് എഡ്വിൻ പറഞ്ഞതും അവൾ ആകെ ചൂടായി അവിടെ നിന്നും പോയി. അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചാൾസ് എഡ്വിനോട് ചോദിക്കുന്നു. ഞാൻ 70 വർഷം നരകത്തിലായിരുന്നു എന്നും പറഞ്ഞ് എഡ്വിൻ പോകുമ്പോൾ അവർ മരണപ്പെട്ടത് എങ്ങനെയെന്ന് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത്. 1916 ലണ്ടനിലെ എഡ്വാൻഡിയൻ സ്കൂളിൽ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത്. അവിടെയാണ് എഡ്വിനും ചാൾസും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ സുഹൃത്തുക്കളായിരുന്നില്ല. മാത്രമല്ല ചാൾസും ഫ്രണ്ട്സും എഡ്വിൻ എപ്പോഴും കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹോസ്റ്റലിൽ എഡ്വിൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചാൾസും ഫ്രണ്ട്സും കൂടി അവനെ എടുത്തുകൊണ്ടു പോകുന്നു. മേരിയാൻ എന്ന് വിളിച്ചായിരുന്നു ഇവർ ഇവനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അവർ പറയാണ്, ഈ മേരിയാനെ ഞങ്ങൾ പിശാച് ചാൾസിന് ഒരു സാക്രിഫൈസായി ഓഫർ ചെയ്യുന്നു. അങ്ങനെ മേരിയാൻ എന്ന് അവർ ഉറക്കെ പറഞ്ഞു. ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായ അവസ്ഥയിലായിരുന്നു എഡ്വിൻ. ഇവർ തമാശയ്ക്കാണ് ഇത് ചെയ്യുന്നതെങ്കിലും സംഗതി സീരിയസ് ആയി. ശരിക്കും അവിടെ പിശാച് വന്ന് അവരെയും കൊന്നു. എഡ്വിൻ ഒരു സാക്രിഫൈസായി ഹെല്ലിലേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രസൻസിൽ നമ്മുടെ എഡ്വിൻ ആ വിച്ചിന് മുൻപിൽ കണ്ട പൂച്ചയെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ അവൻ ആ പൂച്ചയെ ട്രാപ്പ് ചെയ്ത്
സത്യം പറയിപ്പിക്കുന്നു. ക്രിസ്റ്റലാകട്ടെ ആകെ ഭ്രാന്ത് പിടിച്ച് ആ ഹോട്ടലിനോട് മുൻപിലൂടെ തേരാപ്പാര നടക്കുകയാണ്. അപ്പോഴാണ് ആ ഓണർ അവിടെ എത്തിയത്. ആ ഓണർ അവളെ നന്നായി ഉപദേശിച്ചു. അതും കേട്ട് മനസ്സലിഞ്ഞ് അവൾ ചാൾസിന്റെ അടുത്തെത്തി. അപ്പോഴാണ് ചാൾസ് അറിയുന്നത് അവളുടെ ഓർമ്മകളെല്ലാം ആ പിശാച് എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ചാൾസ് അവൾക്ക് അവൻ്റെ പാരൻസിനെ മിററിലൂടെ ലൈവായി കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് എഡ്വിൻ അവിടെ എത്തുന്നത്. അവൾ സത്യമെല്ലാം എഡ്വിനോടും ചാൾസിനോടും തുറന്നു പറയുന്നു. 3 മാസങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ വെച്ച് ഒരു യുവാവിനോട് അവൾക്ക് പ്രണയം തോന്നുന്നു. അത് ഡേവിഡ് എന്ന പിശാചായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവനൊരു പിശാചാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതറിഞ്ഞിട്ടും അവൾ അവനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഡേവിഡ് എന്ന പിശാച് അവളിൽ പൊസസ് ചെയ്യുന്നത്. എന്നാൽ ഈ കഥ കേട്ടിട്ട് എഡ്വിന് ദേഷ്യമാണ് വന്നത്. അവൾ എത്ര സ്റ്റുപ്പിഡാണെന്ന് പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയോ ക്രിസ്റ്റൽ നിനക്ക്? അത് ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇവന്റെ മരണമാണെങ്കിൽ ആ ബോർഡിംഗ് സ്കൂൾ മൂടിവെച്ചു. ഞങ്ങളുടെ മരണം അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളല്ല ഇവിടെ വിഷയം. നമുക്ക് വരുന്ന കേസുകൾ അതാണ് ഞങ്ങൾക്ക് പ്രധാനം, എഡ്വിൻ പറഞ്ഞു. ഇന്ന് ഞാൻ ബെക്കിയുടെ പാരൻസിന്റെ വിഷമവും വേദനയും മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്റെ പാരൻസ് എന്നെ വിഷമിച്ചിരിക്കുന്നുണ്ടാകും. എനിക്കും ഈ കേസ് തന്നെയാണ് പ്രധാനം എന്നും ക്രിസ്റ്റൽ പറഞ്ഞ് ഇരുവരുടെയും പിണക്കം മാറുന്നു. പിന്നീട് ബെക്കിയെ റെസ്ക്യൂ ചെയ്യാനുള്ള പ്ലാനുമായി ഇവർ ഡിസ്കസ് ചെയ്യുന്നു. ആ മന്ത്രവാദിനിയുടെ പേര് എസ്തർ ഫിഞ്ച് എന്നാണ്. പ്രധാനമായി യൂത്താണ് അവളുടെ ടാർഗറ്റ്. ചില വർഷങ്ങളിൽ അവൾ സാധാരണക്കാരായ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുകയും അവരെ ഒരു കബോർഡിൽ പൂട്ടിയിടുകയും അവരുടെ ഫുൾ എനർജി മോഷ്ടിക്കുകയും ചെയ്യും. അവളൊരു ഭീകരമായ വില്ലതി തന്നെയാണ്. എഡ്വിൻ തനിക്ക് പൂച്ചയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം ഇവരോട് പങ്കുവെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം മൂവരും കൂടി വിച്ചിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വിച്ച് എവിടേക്കോ പോകുന്ന തക്കം നോക്കി അവർ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രിസ്റ്റലിനെ കൊണ്ടുപോകാൻ ചാൾസും എഡ്വിനും സമ്മതിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ പ്ലാസ്റ്റിക് ആക്കി മാറ്റിയ വിച്ചിനെ ഞങ്ങൾക്കറിയാം. അവർ വർഷങ്ങളായി അതേ അവസ്ഥയിലാണ്. അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ലൈഫ് റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നും പറഞ്ഞ് അവർ പോകുന്നു. വിച്ചിന്റെ വീടിനുള്ളിൽ കയറിയ ഇവർ ഒരു കബോർഡ് കാണുന്നു. എന്നാൽ അതൊരു സാധാരണ കബോർഡ് ആയിരുന്നില്ല. അങ്ങനെ എഡ്വിൻ അതിനുള്ളിലേക്ക് പോകുന്നു. ചെന്നു വീഴുന്നതാകട്ടെ വലിയൊരു ഇരുട്ട് നിറഞ്ഞ കുഴിയിലും. അവിടെ നിറയെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അതിനുള്ളിൽ ബെക്കി എന്ന പെൺകുട്ടിയെ എഡ്വിൻ കാണുന്നത്. ചാൾസ് ഒരു കയർ കൊണ്ടുവാ, ബെക്കിയെ കിട്ടി. അങ്ങനെ ബെക്കിയെ ഇവരുടെ ബാക്ക് പാക്കിനുള്ളിലാക്കി എഡ്വിൻ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറെ നേരമായിട്ടും ഇവരെ കാണാതായ ക്രിസ്റ്റൽ വിച്ചിന്റെ വീടിന്റെ മുറ്റത്തേക്ക് എത്തുന്നു. അപ്പോൾ തൊട്ടു പിന്നിൽ വിച്ചെത്തി. എന്റെ അനുവാദമില്ലാതെ നിനക്ക് എങ്ങനെ അകത്തേക്ക് കയറാൻ തോന്നി? കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ, ക്രിസ്റ്റൽ പറഞ്ഞു. എനിക്ക് ഗേൾസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരെയും വിട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് വിച്ച് ക്രിസ്റ്റലിന്റെ മുഖത്തേക്ക് ഒറ്റ ഊതൽ. അങ്ങനെ വിച്ചിന്റെ പവർ കൊണ്ട് ക്രിസ്റ്റൽ നിലം പൊത്തി വീണു. അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചില്ല. അപ്പുറത്താകട്ടെ എഡ്വിനെയും ബെക്കിയെയും പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുകയാണ് ചാൾസ്. അങ്ങനെ വിച്ച് ക്രിസ്റ്റലിനെ ഉപദ്രവിക്കുന്നതിനിടയിൽ ചാൾസും എഡ്വിനും അവിടെ എത്തി. ചാൾസിന്റെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടായിരുന്നു. ഓ, നിന്റെ ഗോസ്റ്റ് ഫ്രണ്ട്സ് രക്ഷിക്കാൻ എത്തിയല്ലോ എന്നും പറഞ്ഞ് എഡ്വിനെയും ചാൾസിനെയും വിച്ച് ഇടിച്ച് തെറിപ്പിച്ചു. അങ്ങനെ വീരവാദവും ഒഴുകി ക്രിസ്റ്റലിന്റെ അടുത്തേക്ക് വന്ന വിച്ചിന് മുട്ടം പണി കിട്ടി. തന്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് വിച്ചിനെ അവൾ വീഴ്ത്തി. ഈ തക്കം നോക്കി എഡ്വിൻ ആ വിച്ചിന്റെ ബോഡിയിൽ കയറി. എന്നിട്ട് സ്വയം തല ചുമരിലിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ എഡ്വിൻ അവളിൽ നിന്ന് പുറത്തു വന്നു. പേടിച്ചിരണ്ട വിച്ചാകട്ടെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് വീടിനുള്ളിൽ കയറി. അങ്ങനെ ആ കേസ് അവസാനിച്ചു. ബെക്കിയുടെ മിസ്സിംഗ് ആയ മെമ്മറീസ് എല്ലാം അവളുടെ ഓർമ്മയിൽ നിന്ന് നശിപ്പിച്ച് അവളെ അവർ വീടിനുള്ളിലാക്കി. വാതിൽ തുറന്ന പാരൻസ് അവളെ വാരിപ്പുണർന്നു. അങ്ങനെ ആ ജോലി ഭംഗിയായി തീർന്നു. ഇനി ഡേവിഡ് എന്ന പിശാചിനെ എന്തു ചെയ്യും? ചാൾസ് ചോദിച്ചു. എന്റെ മെമ്മറീസ് എനിക്ക് തിരിച്ചു വേണം, ക്രിസ്റ്റൽ പറഞ്ഞു. നിനക്ക് ഞങ്ങളുണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെയാണ് അവനെ മുൻപ് ഇടിച്ചതെന്ന് നീ കണ്ടില്ലേ? എന്നാൽ ഇതേ സമയം ആഫ്റ്റർ ലൈഫ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഒരു അലറാം ബെൽ അടിച്ചു. അതിന് കാരണം എഡ്വിൻ വിച്ചിന്റെ ബോഡിയിൽ കയറിയതാണ്. അവിടുത്തെ മെയിൻ സ്റ്റാഫ് തനിക്ക് കിട്ടിയ വിവരം വെച്ച് എഡ്വിനാണ് പൊസസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ചാൾസിനെയും കണ്ടുപിടിക്കുന്നു. ഇനി എന്തൊക്കെ തലവേദനയാണോ ഉണ്ടാകാൻ പോകുന്നത്? ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോസ്.